നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 18-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 2-ാം തീയതി, നാളെ തിങ്കളാഴ്ചയാകുന്നു. നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:44, അസ്തമയം വൈകിട്ട് 6:31. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയണം, നാളെ വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. നാളെ വൈകിട്ട് 5 മണി മുതൽ പിന്നെ പൗർണമി തിഥിയായി, വെളുത്ത വാവായി. പക്ഷേ ചതുർദശി നല്ല തിഥിയാണോ? അല്ല, അത് ഒഴിഞ്ഞ തിഥിയാണ്. തിഥികളിൽ ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14 ഈ തിഥികൾ വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും രിക്താതിഥിയാണ്. വെളുത്തപക്ഷ ചതുർദശി പല കാര്യങ്ങൾക്കും നല്ലതാണ്, പക്ഷേ സാമ്പത്തികമായ വിഷയങ്ങളിലേക്ക് ഈ വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥി അത്ര നന്നായി പ്രയോജനം ചെയ്യുകയില്ല എന്നറിയുക. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നാളെ ശ്രദ്ധിച്ച് വേണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മുന്നോട്ട് പോകാൻ. നാളെ കാലത്ത് ഉദ്ദേശം 9 മണി വരെ എന്ത് നക്ഷത്രമാകുന്നു? ആയില്യം നക്ഷത്രമാകുന്നു. 9 മണി കഴിഞ്ഞാൽ പിന്നെ മകൻ നക്ഷത്രവും. ഈ മകൻ നക്ഷത്രമായാലും മകം ഒരു ഗണ്ടാന്ത നക്ഷത്രമാകുന്നു. അശ്വതി മകം മൂലം. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, വിശേഷിച്ച് ആദ്യത്തെ ഒരു 2 മണിക്കൂർ സമയം, 3:45 നാഴിക എന്നാണ് പറയുക. ഉദ്ദേശം 1:45 മണിക്കൂർ സമയത്തോളം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാൻ പാടില്ല. ഈ സമയത്ത് ഒരു കർത്തവാവിനാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ഈ നക്ഷത്രങ്ങൾ ജനിച്ചാൽ വളരെ ദോഷമാണ്. അപ്രകാരമാണ് ആയില്യം, തൃക്കട്ട, രേവതി, അതും ഗണ്ടാന്ത നക്ഷത്രങ്ങളാണ്. അതിൻ്റെ അവസാനത്തെ 15 നാഴികയാണ്. അശ്വതി മകം മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ നാളെ അനുകൂലമായ സമയം വരുന്നത് 11:45 മുതൽ 12:45 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക വിഷയത്തിൽ മാത്രം ശ്രദ്ധിച്ച് നാളെ കൈകാര്യം ചെയ്യുക. മകൻ നക്ഷത്രമാകയാൽ ക്ഷേത്രങ്ങളിൽ പോകാൻ ഏറ്റവും അനുകൂലമായത് സർപ്പക്ഷേത്ര ദർശനമാണ്. അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. അതിനാൽ സർപ്പസംബന്ധിയായ ക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനയൊക്കെ ചെയ്യുന്നത് നാളത്തെ ദിനത്തെ വളരെ ധന്യമാക്കും. എല്ലാ സർപ്പസംബന്ധിയായ ദോഷങ്ങളിൽ നിന്നും അനുഗ്രഹം ലഭിക്കുവാൻ ഈ രാഹുകേതുക്കളുടെ പൂജയും അല്ലെങ്കിൽ ആയില്യപൂജ, സർപ്പബലിയും വളരെയധികം സഹായകരമാകും. നാളത്തെ പ്രാർത്ഥനയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലത് ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രമാകുന്നു. ചിന്മുദ്രയിൽ ഇരുന്നുകൊണ്ട് ജപിക്കുക. എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമാകട്ടെ. നന്ദി, നമസ്തേ.